നമ്മൾ ഈ കാലത്തിൽ നാട്ടുകാരും വീട്ടുകാരും നമ്മളെന്താ എല്ലാ മലയാളികളും നല്ല വെറൈറ്റികളെ സ്വീകരിക്കുന്ന ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു വെറൈറ്റി സ്ഥലത്ത് തന്നെ നിൽക്കുന്നത്. മീനിൻ്റെ പലതരം വെറൈറ്റികൾ കിട്ടുന്നൊരു സ്ഥലത്ത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഞാൻ നിൽക്കുന്ന അവിടെയാണ് മീൻചോല. മീൻ വിഭവങ്ങളുടെ നാടൻ രുചി. ഇത് കുറച്ച് നാളായുള്ളൂ തുടങ്ങിയിട്ടെങ്കിലും വളരെയധികം ആൾക്കാരുടെ പ്രിയം നേടിയ ഒരു ഹോട്ടലാണ്. ഇത് ഞാൻ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം, ഈ മീൻചോല കറക്റ്റ് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ GCD ഓഫീസാണ് അവിടെ. അതായത് കടവന്ത്രയിൽ നിന്ന് സൗത്ത് പാലം കയറാൻ വരുമ്പോൾ തന്നെ ഒരു കുട്ടിപ്പാലല്ലേ, ചെറിയൊരു പാലം, കടവന്ത്ര ജംഗ്ഷനിൽ നിന്ന് വരുമ്പോൾ തന്നെ GCDയുടെ ഓഫീസ് കഴിഞ്ഞ് ഒരു ചെറിയ പാലം ഇറങ്ങി അപ്പം തന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും മീൻചോല. ഇങ്ങോട്ട് വരിക. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഉള്ളിലേക്ക് പോവാം. ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നറിയാം. കാണുമ്പോൾ തന്നെ ഒരു ട്രൈബൽ ലുക്കൊക്കെയാണ്, ടെക്സ്റ്റേഴ്സും ബാക്കി എല്ലാ കാര്യങ്ങളായാലും. ഇവിടെ നിറച്ച് മുളയും അതൊക്കെ വെച്ച് കണ്ട ഒരു ഹട്ട് ഫീലാണ്. നമ്മൾ കാട്ടിലും ബാക്കിയുള്ളടത്തൊക്കെ പോലെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് കയറുമ്പോൾ തന്നെ. എന്തായാലും ഇതിൻ്റെ ആളിപ്പോൾ വരും, നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ നിൽക്കാം. നല്ല ഫീലല്ലേ? അപ്പോൾ നമ്മുടെ മനോജേട്ടൻ വന്നിട്ടുണ്ട്. ഉള്ളിലായിരുന്നല്ലേ, അപ്പോൾ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. മനോജേട്ടൻ നമ്മുടെ ഇവിടുത്തെ മാനേജറാണ്. അപ്പോൾ എന്തുകൊണ്ട് മീൻചോലയുടെ ഒരു പേര്? മീൻ വിഭവങ്ങളാണ് ഇവിടെ. മീനിന്റെ എല്ലാത്തരം, ആറ്റുവാള, കൊഞ്ച്, വരാല്, അങ്ങനെ കരിമീനുണ്ട്, ആകോലിയുണ്ട്, എല്ലാ ഫിഷ് ഐറ്റംസ്, നാടൻ വെറൈറ്റി. ഫിഷ് കറി ഉണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്. അതാണ് ഇവിടുത്തെ സ്പെഷ്യലിസ്റ്റ്. ഇതാരാണ് ഇങ്ങനെ ഫിഷിന്റെ മാത്രം വെറൈറ്റി അല്ലെ സ്പെഷ്യാലിറ്റി കൊണ്ടുവരാന്ന്? ഫിഷിന്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇല്ല, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാ. എവിടെയും അങ്ങനെ കിട്ടാറില്ല, സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ഒരു ഹോട്ടൽ ഇല്ല. അതുകൊണ്ടാണ്. എത്ര നാളെ നമ്മളിവിടെ തുറന്നിട്ട് ഇപ്പോ ഒരു മാസം 2 ദിവസമായി. ഞാൻ നേരത്തെ വന്നപ്പോൾ തന്നെ പറഞ്ഞില്ലേ, ഇത് കുറച്ച് നാളെ ആയിട്ടുള്ളൂ എങ്കിലും ആൾക്കാരുടെ പ്രിയം നന്നായിട്ട് നേടിയിട്ടുണ്ട്. കാരണം ഫിഷിന്റെ വെറൈറ്റീസ് അങ്ങനെ അധികം ഇല്ല പൊതുവെ. ഇപ്പം ഇവിടെ കൊച്ചിയിലായാലും അങ്ങനെ ഫിഷ് കിട്ടും, വെറൈറ്റികളുള്ള ഫിഷ് കിട്ടും. പക്ഷെ ഫിഷിന് മാത്രമായിട്ടുള്ള വെറൈറ്റി ഹോട്ടലില്ല അല്ലേ? ഇപ്പൊ ഇത് മുളകിട്ട കറികൾ, നമ്മുടെ നാടൻ പീര പഴയ സ്റ്റൈലിലേക്കാ എല്ലാം. നല്ലൊരു ഇന്റീരിയർ എന്താ ശരിക്കും കണ്ടില്ല, നമ്മൾ കണ്ടപ്പോൾ തന്നെ ഒരു ബാംബു ഹട്ട് വില്ലേജ് ആ ഒരു മോഡൊക്കെ നമുക്ക് ഫീൽ ചെയ്ത്. എന്താ ഇങ്ങനത്തെ ഒരു ഇന്റീരിയർ നമുക്ക് കൊണ്ടുവന്നേ? ഒരു എന്താ പറയാ, ഹൗസ് ബോട്ടിന്റെ ഒരു സെറ്റപ്പ്. പ്രത്യേകിച്ച് മറ്റേ ട്രൈബൽസ് ഒക്കെ വരക്കി പണ്ട് നമ്മളെ മറ്റേ സ്റ്റോൺസിലും അല്ലെങ്കിൽ അതുപോലെ മറ്റേ ഓലയിലും ഒക്കെ കുത്തി വരയ്ക്കുന്ന പോലെ ഓരോരോ ടെക്സ്റ്റേഴ്സ് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതെന്താ അങ്ങനെ കൊണ്ടുവന്നത്? ഒരു ഹൗസ് ബോട്ട് സെറ്റപ്പ് ചെയ്ത് നോക്കിയതാണ്. ഫിഷ് ആകുമ്പോൾ മാംസത്തിനോട് വ്യത്യാസപ്പെട്ടിട്ടാണല്ലോ, അപ്പൊ അതിനോട് യോജിക്കുന്ന ഒരു അറേഞ്ച്മെന്റ്സ്. ഓക്കെ, എന്തായാലും നല്ല എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ആ ഒരു ടെക്സ്റ്റേഴ്സും കൂടി കൊണ്ടുവന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മുളംകുറ്റിപ്പുട്ടുണ്ട്, മുട്ടുണ്ട്, അങ്ങനെ ഐറ്റംസ്, നാടൻ ഐറ്റംസ് എല്ലാം. ബിരിയാണി അല്ല ഇവിടെ, അല്ല സ്പെഷ്യൽ ഫിഷ് ഐറ്റംസ്, മുളംകുറ്റിപ്പുട്ട്, ചിരട്ടപ്പുട്ട്, അങ്ങനെ കുറച്ച് വെള്ളപ്പം, കള്ളപ്പം, കപ്പ, പിന്നെ കപ്പ, അങ്ങനത്തെ കുറെ നാടൻ വിഭവങ്ങൾ എന്തായാലും ഉണ്ട്. പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കുറെ ഉണ്ടെന്ന്. പിന്നെ അധികം വൈകിക്കാണ്ട് നമുക്ക് നേരെ കിച്ചണിലോട്ട് ചെന്ന് അങ്ങ് ഉണ്ടാക്കി. ഉള്ളിൽ കയറുമ്പോൾ തന്നെ ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ, നല്ല ഫുൾ വൈറ്റിൽ എന്താ പറയുക. ഒരു ചേട്ടനോട് തന്നെ കഴിക്കുന്നുണ്ട്. ഇവിടെ മീൻ വരുന്നുണ്ട്, മീൻ കൊണ്ടുവരുന്നുണ്ട്, ഒരു ഇക്ക കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട്. ഇത് കുക്കിംഗ്, അവിടെ ഒരലിവിടെ ഇരിക്കുന്നുണ്ട്, അവിടെ മറ്റേ അരകല്ല് ആട്ടുന്നുണ്ട്. ഇപ്പം എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഓരോരോ ഇന്റീരിയേഴ്സ്. അവിടെ വേറെ ഇന്റീരിയർ, ഇവിടെ വേറെ ഇന്റീരിയർ. നമ്മൾ മൊത്തം ഇങ്ങനെയാണ്. നോൺ എ സി നോൺ എ സി അല്ലേ? നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്? മെയിൻ സ്പെഷ്യലൈസ് ഫിഷ് ഐറ്റംസ്, വാള, കരിമീൻ, ആറ്റുവാള, കൊഞ്ചി, ഏറ്റവും കൂടുതൽ പോണ സ്പെഷ്യൽ ഫിഷ് ഫ്രൈകളും ഫിഷ് മസാലയും പോകും നന്നായി. പിന്നെ മുളകിട്ടത്, നമ്മുടെ കുടംപുളി ഇട്ട് കറി വെച്ച ഫിഷ് കറി, അതാണ് ഇവിടെ ഏറ്റവും കിച്ചണിലോട്ട് പോവാം അല്ലേ? ഇതിപ്പോൾ എന്തായാലും ഉള്ളു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ആ വഴി തന്നെയാണ് പോകുന്നത്.
സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്, അത് വറക്കാൻ വേണ്ടി പോകണം. ഇത് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇത് കല്ലുമ്മക്ക. ഞാൻ പറഞ്ഞില്ലേ വന്നപ്പോൾ തന്നെ വരാല് കല്ലുമ്മക്കായ മസാല ഇട്ട് വെച്ചാണ് കൂടുതലും മസാല ഇട്ട് വറക്കാൻ വേണ്ടിയിട്ടുള്ളത്. ചെമ്മീൻ ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് കറി. മുളകിട്ട കറി. കപ്പയും മുളകിട്ടാണ് സ്പെഷ്യലൈസ്. നമുക്കധികം വൈകാണ്ട് തുറന്നിട്ട് അതിന് കഴിച്ചാലോ? പിന്നെ തുടങ്ങാം. നമുക്ക് വേഗം തുടങ്ങാം. സൗത്ത് ഇന്ത്യൻ മൂക്കും ഇന്ത്യൻ മൂക്കുമാണ്. ഇതാണ് ഫിഷിന്റെ വെറൈറ്റി സ്പെഷ്യൽ അടിക്കുന്നത്. ഫിഷിന്റെ വെറൈറ്റി അടിക്കണം സതീഷ്. അവൻ മീൽസും കറികളും അടിക്കും. പിന്നെ ഫിഷിന്റെ വെറൈറ്റീസ് അടിക്കുന്നത് സതീഷ്. അപ്പൊ എന്തായാലും മനേട്ടാ നമ്മളിപ്പോ ഇവരുടെ ഒപ്പം കൂടി ചേർന്ന് പിന്നെ അവിടെ കാണാം. ശരി. പിന്നെ നമ്മളെന്തായാലും ഇപ്പൊ തന്നെ ഫിഷിന്റെ ഐറ്റംസ് ഇവിടുത്തെ സ്വയംഭ സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരാൻ പോവാണ്. ആരാദ്യം? അത് രണ്ടുപേരും കൂടി ഒരുമിച്ചാണോ? രണ്ടുപേരും കൂടി ചെയ്യാം. ഓക്കെ. ഇപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനിടയ്ക്ക് വലിയ പ്രശ്നം പറ്റി, അവിടെ ഓർഡർ വന്നിട്ടുണ്ട്. ചേട്ടൻ പൊക്കോളൂ. നമുക്ക് അടുത്തതിന് ഈ ചേട്ടൻ അങ്ങോട്ട് വിട്ടിട്ടുമ്പോ ചേട്ടൻ ഇങ്ങോട്ട് വന്നതാണ്. ഓക്കെ. അപ്പൊ മനേട്ടാ നമ്മളെന്താ ആദ്യം ഉണ്ടാകാൻ പോകുന്നത്? നമ്മളിപ്പോ മീൽസിന്റെ ഫിഷ് കറി. ഓക്കെ. നമുക്ക് എന്തായാലും ഫിഷ് കറി എങ്ങനെ വെക്കുന്ന ഫിഷ് കറിയാണ്? എന്ത് നമ്മള് ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ തൈര് ഒഴിച്ചുള്ള നമ്മള് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു. എണ്ണ ഒന്ന് ചൂടാവണം. മീൻ കറി ഉണ്ടാക്കാൻ പോണേ പ്രിപ്പറേഷൻ ആണ്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് അങ്ങോട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കും ഉലുവ, വളരെ കുറച്ച് ഉലുവ ഇടുന്നുണ്ട്. ചേട്ടാ എത്ര നാളായി? ഞാൻ ഈ ഫീൽഡിൽ 15 വർഷത്തോളായി. മെയിനായിട്ട് മീൽസും കറീസും എല്ലാം സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് ആണ് എൻ്റെ മെയിൻ. മീൽസ് അതുപോലെ സൗത്ത് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം വെറൈറ്റി ഐറ്റംസ് എല്ലാം ചെയ്യും. അപ്പോൾ അത് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ ഇഞ്ചി വെളുത്തുള്ളി രണ്ടും കൂടി ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റി റെഡിയായി കഴിയുമ്പോൾ പച്ചമുളകും കൂടി അങ്ങ് ഇട്ടിട്ടുണ്ട്. പച്ചമുളകും കൂടി ഇട്ടു. നന്നായിട്ട് അങ്ങനെ തിളച്ച് മറിഞ്ഞാണ് സവോള. അതങ്ങനെ വഴറ്റി റെഡിയായി വന്നു കഴിയുമ്പോഴത്തേക്കും സവോളയും ചെറിയുള്ളിയില്ലേ? സവോളയും ചെറുള്ളി രണ്ടും കൂടി അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. സവാളയുണ്ട്, ചെറുള്ളിയും കൂടെ ഉണ്ട്. രണ്ടും ഉണ്ട്. നന്നായിട്ടൊന്ന് ആ എണ്ണയിൽ ഇത് പെട്ടെന്ന് വഴടാനായിട്ട് ലേശം ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പിടണം. ചേർന്നതുപോലെ തന്നെ ഇച്ചിരി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സവാളയ്ക്ക് വഴണ്ട് കിട്ടും. വന്നിട്ടുണ്ട്. എന്താ നമ്മള് ചെറുള്ളിയും കൂടി ഇട്ടേണേ? ചെറിയുള്ളിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതാ ചെറിയുള്ളി അങ്ങനെ തന്നെ വലുപ്പത്തിൽ തന്നെ കിടക്കുമ്പോൾ ഒരു കാണാനൊരു അട്രാക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു ടേസ്റ്റ് അത് സാറിൻ്റെ ഒപ്പം അതുകൂടി ഞാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും, പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ചെറുള്ളി. അപ്പൊ അതൊന്ന് വഴണ്ട് വരുവാണ്. അപ്പൊ നമ്മൾ ഇത്ര കറിവേപ്പിലയും കൂടി ഇട്ടാണ് ഇടുക. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. കറിവേപ്പിലയും കൂടി ഇട്ട് വഴട്ടുക. അത് ഏകദേശം വഴട്ട് റെഡിയായി വന്നു വന്നപ്പോഴത്തേക്കും ശരി മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി 2 സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ലേശം മുളക് പൊടി ഇടുക. അതിനുശേഷം ലേശം കാശ്മീരി ചില്ലി പൗഡർ. കളറിന് വേണ്ടിയിട്ടാണ്. എരിവ് അധികം ഉണ്ടാവില്ല. അപ്പം നമ്മൾ സാധാരണ നമ്മുടെ നാടൻ മുളക് പൊടി ഇട്ടു, അതിന് പുറമെ ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഇതിനകത്തേക്ക് അടിച്ചു വെച്ചേക്കുന്ന തൈര് ഒഴിക്കുകയാണ്. ഇതെന്താ നമ്മൾ തൈര് യൂസ് ചെയ്യുക? തൈര് ഒഴിക്കുമ്പം അതിനൊരു ടേസ്റ്റും അതുപോലെ തന്നെ അതിന് കാണാനുള്ളൊരു ഭംഗിയൊക്കെ ഒന്ന് കൂടും. ടേസ്റ്റും കൂടും, ഭംഗിയും കൂടും.